ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന MS എക്സലിലെ ഫോർമാറ്റിംഗ് ടെക്സ്റ്റാണ്. അപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസ്സറിലുള്ള പോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിൽ നമുക്കതിൻ്റെ കണ്ടൻറ്റിൽ ചില ചേഞ്ചസ്, അട്രാക്റ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും ഫോർമാറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബോൾഡ് ഫേസ് ചെയ്യാം, ഇറ്റലൈസ് ചെയ്യാം, അതുപോലെ അണ്ടർലൈൻ, കളർ ചേഞ്ച് ചെയ്യാം, അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്കതിൻ്റെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്യാണ്. ആ സെല്ലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിവിടെ ചേഞ്ചസ് ചെയ്യാം. ഓക്കെ, എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇനി ഈ ഒരു കേസിൽ നമുക്ക് ഏതാണ് ഫോണ്ട് സെറ്റ്, ഞാനിപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഏരിയലാണുള്ളത്. എനിക്കിതിൽ വേറെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്കതിനനുസരിച്ചിട്ട് ഇവിടെ ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ കാൽബ്രി സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 72 വരെ ഇതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ 24 സെലക്ട് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. അപ്പോൾ അത് കൂട്ടാൻ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്യാം, അതല്ല എങ്കിൽ അതിൽ അതിൻ്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കോളം വിഡ്ത്ത് സെലക്ട് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ കോളം വിഡ്ത്ത് മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ആവും. അതുപോലെ തന്നെ റോയുടെ കേസിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ചെയ്യാം. അതല്ല എങ്കിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തുകൊണ്ട് റോ ഹൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് മാനുവലി ഇതിൻ്റെ ചേഞ്ചസ് നമുക്ക് വരുത്താം. ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് കണ്ടു. ഇനി ഇതിൽ നമുക്ക് ബോൾഡാക്കാം, അതുപോലെ നമുക്ക് ഇറ്റാലിക്സ്, ദെൻ അണ്ടർലൈൻ. ഇപ്പോൾ നമുക്കിവിടെ ഡബിൾ അണ്ടർലൈനാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് സിംഗിൾ അണ്ടർലൈൻ ആണെങ്കിൽ സിംഗിൾ അണ്ടർലൈൻ കൊടുക്കാം. ഇനി അതെല്ലാം എനിക്ക് അണ്ടർലൈൻ വേണ്ടെന്നാണെങ്കിൽ ആ ഒരു രീതിയിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറ്റാലൈസ് ചെയ്തിട്ടുണ്ട്, ഇറ്റാലിക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെനിക്ക് ഡീസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതതിൻ്റെ നോർമൽ ഫോമാറ്റിലേക്ക് തന്നെ വരും. അതുപോലെ ഇപ്പോൾ ബോൾഡ് മാറ്റിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വരും. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് പറയാനുള്ള ബോർഡറാണ്. അപ്പോൾ നമുക്കിതിൽ ബോർഡർ കൊടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ബോർഡർ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ള് റോ ആണ് സെലക്ട് ചെയ്തതിൽ ബോട്ടം ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബോട്ടം ലൈൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് പ്ലസ് ചെയ്തു. ഇനി നോ ബോർഡർ ആണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ ഒന്നിനും ബോർഡർ കാണാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ഞാനിപ്പോൾ ഇത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഓൾ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഓൾ ബോർഡേഴ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്കിതുപോലെ ഞാനിപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്തു. ദെൻ ഇതുപോലെ ബോർഡർ ഞാൻ കൊടുത്തു. ഇനി എനിക്കിത് ഇറേസ് ചെയ്യണമെന്നാണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്ത് ഇറേസ് ബോർഡർ കൊടുക്കാം. ഇറേസ് ബോർഡർ കൊടുത്ത് എനിക്ക് ഏത് ലൈനാണോ ഇറേസ് ചെയ്യേണ്ടത് അവിടെ ഇത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇറേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇറേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കളറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ലിൽ കളർ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെല്ലിലാണെങ്കിൽ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതല്ല, നമുക്ക് മോർ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ മോർ കളേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വെറൈറ്റി കളേഴ്സ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോൺ കളറാണെങ്കിൽ ഇപ്പോൾ റെഡ് കളറാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ വേറെ ഏതെങ്കിലും കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഇതിപ്പോൾ അലൈൻമെൻറ്റ്, ഇതിപ്പോൾ ടോപ്പ് അലൈൻമെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടോപ്പ് അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് അലൈൻമെൻറ്റ്, അതുപോലെ മീഡിയം, സെൻറ്റർ, അതുപോലെ തന്നെ ബോട്ടം അലൈൻമെൻറ്റ്. ദെൻ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഡീഫോൾട്ടായിട്ട് ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ദെൻ ഇത് സെൻട്രൽ അലൈൻമെൻറ്റ്, ഇത് റൈറ്റ് അലൈൻമെൻറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അലൈൻമെൻറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഏതിലാണ്, നമ്മുടെ ഹോം ടാബിലെ റിബൺസിലെ അലൈൻമെൻറ്റ് അതുപോലെ തന്നെ ഫോണ്ടിൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇതിൽ പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി വിഡ്ത്തും കോളമൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ അതിനെ ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് ബോർഡേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ,
താങ്ക് യു.